ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നവകേരള മിഷനാണ്. നവകേരള മിഷൻ നിലവിൽ വന്നത് 2016 നവംബർ 10-നാണ്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ്. നവകേരള മിഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 4 ഡിവിഷനായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഹരിത കേരള മിഷൻ, രണ്ടാമത്തത് ആർദ്രം, മൂന്നാമത്തത് ലൈഫ് പദ്ധതി, നാലാമത്തത് എഡ്യൂക്കേഷൻ മിഷൻ. ഹരിത കേരള മിഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ്, കുളങ്ങൾ, മറ്റ് ജലാശയങ്ങളൊക്കെ വൃത്തിയാക്കുക, അത് സംബന്ധിച്ചിട്ടുള്ളത്. പിന്നെ ഓർഗാനിക് ഫാമിങ്, അതായത് പൂർണ്ണമായും ജൈവമാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി, അതാണ് ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് അതിൽ 3 പോയിന്റ്സ് ആണുള്ളത് ഹരിത കേരള മിഷനിൽ. പിന്നെ ആർദ്രം പദ്ധതി, ആർദ്രം പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഈ ഹെൽത്ത് സർവീസിലേക്കാണ് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ആർദ്രം പദ്ധതിയിലാണ്. അതിൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, റൂറൽ ഏരിയ ആയാലും ഹില്ലി ഏരിയ ആയാലും, ആവശ്യമുള്ളവർക്ക് ശരിയായതും സമ്പൂർണവുമായ ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർദ്രം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ലൈഫിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ലെവലിവുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് മിഷൻ എന്നാണ് ലൈഫിന്റെ ഫുൾ ഫോം. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ വീടും സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. പിന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഉന്നത നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് എഡ്യൂക്കേഷൻ സ്കീംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളുടെ സ്കൂളുകളെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് തുല്യമാക്കിയ വിദ്യാഭ്യാസ രീതി പ്രദാനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാക്കി മാറ്റുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സ്കീംസിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കുകയാണ്. അതായത് ഗൈഡിലെ പേജ് നമ്പർ 114 മുതലുള്ള തുടങ്ങുന്ന ഫാക്ട്സ് ആണ്. നിങ്ങൾ അത് നോക്കി വായിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. NKKP എന്ന് പറഞ്ഞാൽ നവ കേരള കർമ്മ പദ്ധതിയുടെ ഷോർട്ട് ഫോം ആണ്. പിന്നീട് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് ക്യാമ്പയിൻ ആണ് ഈ ഓണത്തിന് ഒരു മുറം പദ്ധതി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന 4 പ്രത്യേക കാറ്റഗറികളാണ് പറയുന്നത്. ഒന്നാമത്തത് ഹോംലെസ് വിത്ത് ലാൻഡ് ഉണ്ട് പക്ഷെ അവർക്ക് വീടില്ല, അങ്ങനെ ഒരു കാറ്റഗറി. പിന്നെ ഉള്ളത് അണേബിൾ ടു കംപ്ലീറ്റ് ഹൗസിംഗ്, വീട് പണി പകുതിക്ക് വെച്ച് നിർത്തിപ്പോയവർ അത് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പദ്ധതിയാണത്. പിന്നെ ഉള്ളത് ടെമ്പററി ഹോം ഇൻ ഔട്ട്സ്കട്ട്സ് കോസ്റ്റൽസ്, അതായത് കോസ്റ്റൽ ഏരിയയിലൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഹോം വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ ലാൻഡ്ലെസ് ആൻഡ് ഹൗസ്ലെസ്, അവർക്ക് വീടുമില്ല വസ്തുവുമില്ല സ്ഥലവും ഇല്ലാത്ത ആളുകളെയാണ് ലാൻഡ്ലെസ് ആൻഡ് ഹൗസ്ലെസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും 4 സെപ്പറേറ്റ് വിഭാഗങ്ങളിലായിട്ടാണ് ഈ ലൈഫിന്റെ ബെനിഫിഷ്യറീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിലെ ബെനിഫിഷ്യറീസിനെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ അത് സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് വഴിയാണ്. അതിന് SECC എന്ന് പറയും, സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്. ഒന്നുകിൽ അത് വഴി, അതല്ലെങ്കിൽ കുടുംബശ്രീ ആക്ടിവിസ്റ്റുകളുടെ ഡയറക്റ്റ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റീസിലൂടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന ഒരു രീതിയാണ് വേറെ ഒന്നുള്ളത്. പിന്നെ പബ്ലിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിജുവിനേഷൻ ക്യാമ്പയിൻ ഉണ്ട്. അതിൽ കുറച്ച്, അതായത് ഈ മലയാള തിലകം, ഹലോ ഇംഗ്ലീഷ്, ഗണിത വിജയം, ലിറ്റിൽ ഗലീലിയോ, സുരീലി ഹിന്ദി, സയൻസ് പാർക്ക്, പുസ്തക വണ്ടി, പഠന വീട് ഫോർ ട്രൈബൽ ഏരിയാസ്, പിന്നെ ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ഓട്ടിസം പാർക്ക്, കൾച്ചറൽ പാർക്ക്, പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ 115-ാമത്തെ പേജിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. പിന്നീട് SEQI എന്ന് പറഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് എന്നാണ്. ആ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് നീതി ആയോഗാണ്. പിന്നെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോം സൗജന്യമാക്കുന്ന ഒരു പദ്ധതിയും ഉണ്ട്. ആർദ്രം പദ്ധതിയുടെ കീഴിൽ വരുന്ന ആശ്വാസം ക്ലിനിക്ക് ഡിപ്രഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ഓർക്കണം. പിന്നെ ശ്വാസ് SWAAS, ശ്വാസ് എന്ന് പറഞ്ഞാൽ COPD പേഷ്യൻസിന്, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, COPD പേഷ്യൻസിന്റെ പ്രിവെൻഷനും കൺട്രോളിനും വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്കാണ് ശ്വാസ് ക്ലിനിക്ക്. ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസഡർ KJ യേശുദാസ് ആണ്. ഹരിത കേരള ലോട്ടറി ആണ് നമ്മുടെ നിർമ്മൽ ലോട്ടറി, അത് ഓർക്കണം. പിന്നെ
കൊള്ളപ്പലിശ ഒഴിവാക്കാനായി കുടുംബശ്രീ രൂപീകരിച്ച പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. നവകേരളം എന്ന കവിത എഴുതിയത് ബാലാമണി അമ്മയാണ്. നവകേരളത്തിലേക്ക് എന്ന ബുക്ക് എഴുതിയത് പിണറായി വിജയനാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ്. അപ്പോൾ ഈ സിലബസിൻ്റെ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം.